വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയിലാണേ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിലേക്ക് ഒരു കുഞ്ഞു വാവ കൂടി വന്നിട്ടുണ്ട്. മോളാണ് കേട്ടോ, എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ വന്നത്. കുഞ്ഞുവാവെ കാണാൻ പോകുന്നത് രണ്ടാമത്തെ തവണയാണേ. ആദ്യത്തെ തവണ പോയപ്പോൾ ഒന്നും വാങ്ങിക്കൊണ്ടൊന്നും പോയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കാണാനുള്ള ഒരു ആവേശത്തിൽ ഓടിച്ചെന്നതാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം. നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ, ഞാൻ, അനിയത്തി, മക്കള്, ഉമ്മ, വാപ്പ എല്ലാവരും ഉണ്ട്. ഇതിൽ കുഞ്ഞിനെ കാണാത്തത് വാപ്പച്ചി മാത്രമാണ്. ഹോസ്പിറ്റലിൽ ചെന്നിട്ടും വാപ്പച്ചിക്ക് കാണാൻ പറ്റിയില്ല. അവൾ ICUലായിരുന്നു കേട്ടോ. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളിപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ ഉഷാറാണ്. നമ്മുടെ ഫാമിലിയിൽ പാത്തൂസിന് ശേഷം ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഒരു കുട്ടിയാണേ. പാത്തൂസ് ഉണ്ടായ ശേഷം പിന്നെ വന്നത് 4 ആൺകുട്ടികളാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞാവ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. അല്ലെങ്കിലും പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ആൺകുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു വെറൈറ്റി ഒന്നും എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് മുത്തും വാപ്പച്ചിയും കൂടെ പോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടോ. ഇതൊക്കെ ഒരു ചടങ്ങല്ലേ. ഞാനും ഉമ്മച്ചിയും കൂടി കുഞ്ഞുങ്ങളെ നോക്കി വണ്ടിയിൽ തന്നെ ഇരുന്നു. നല്ല തിരക്കും വണ്ടിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ഈ റോഡിലൂടെ പിള്ളേർ ഓടിക്കളിക്കും. അതുകൊണ്ട് ഞങ്ങളും ഇറങ്ങിയില്ല കേട്ടോ. ഫ്രൂട്ട്സൊക്കെ മേടിച്ച് റോഡിന് ഇപ്പുറത്തുള്ള ഞങ്ങളുടെ വണ്ടിക്ക് അടുത്തേക്ക് വരാൻ പറ്റാതെ നിൽക്കുകയാണേ. 2 സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ആളിപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ പാമൂസ് ഭയങ്കര ഹാപ്പിയിലിരിക്കുകയാണ് കേട്ടോ. അവന് യാത്ര ചെയ്യാൻ മറ്റുള്ളവരെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പാമു ഊച്ചിന്റെ പാമു ഊച്ചിന്റെ പാമു പാമു ചിരിക്കെത്തി പോലെ അവൻ ചിരിക്കുന്നില്ല. അപ്പോൾ ഇനി നേരെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക്. ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ, കുറച്ച് പോയാൽ മതി. അങ്ങനെ നമ്മൾ എത്തി. ഇതാണ് വീട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു കാറിലേക്ക് ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുന്നത് ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഉമ്മാക്ക് കാലും നടുവൊന്നും വയ്യാത്തത് കൊണ്ട് തന്നെ ഉമ്മാക്ക് ഇറങ്ങാനും കയറാനും ഒക്കെ കുറച്ച് താമസം വരും. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 5 മിനിറ്റോളം ആവുന്നുണ്ട്. ഞങ്ങൾ വന്നതൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. പുറത്തേക്കൊന്നും ആരെയും കാണുന്നില്ല. ഞങ്ങൾ ആരോടും പറയാതെയാണ് വന്നത്. അപ്പോൾ എന്തായാലും അകത്തൊന്ന് കയറി നോക്കാം. അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്നത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു വാവ. ആളെ ഞാൻ നന്നായിട്ട് കാണിക്കുന്നില്ല കേട്ടോ, കുറച്ചുകൂടെ ഒന്ന് ആവട്ടെ നമ്മുടെ പാമുവിനെ കണക്ക്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം നമ്മളവിടെ ഇരുന്നു കേട്ടോ. നൈറ്റായി, നല്ല രാത്രിയായി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും ഇനി വീട്ടിലേക്ക് പോവാം, നല്ല രാത്രിയായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണുന്നവരെ ബൈ ബൈ.